ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി 40ഓളം കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും ലീഗ് സമാഹരിച്ചത്. സ്ഥലത്തിനായി 12 കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്ന് നേതൃത്വം പറയുന്നു. വെള്ളിത്തോടിന് സമീപം 6 കോടി രൂപയ്ക്ക് നിർമ്മാണയോഗ്യമായ ഭൂമി ലഭിക്കുന്നത് വേണ്ടെന്ന് വെച്ചാണ് 12 കോടി മുടക്കിയതെന്നാണ് ലീഗിനുള്ളിലെ തന്നെ ആക്ഷേപം. തോട്ടഭൂമി ഇവിടെ സെന്റിന് 30,000 രൂപയ്ക്ക് മുതൽ ലഭിക്കുമെന്നാണ് ലീഗുകാരുടെ തന്നെ വാദം. കരഭൂമി 65,000 രൂപയ്ക്ക് നൽകാമെന്ന് ഉടമകൾ അറിയിച്ചെങ്കിലും മുതിർന്ന നേതാവിന്റെ ബന്ധുവും നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ തന്നെ കച്ചവടം മുടക്കിയെന്നാണ് മറ്റൊരു ആരോപണം. ഈ അഭിഭാഷകന്റെ അടക്കം 5 വ്യക്തികളിൽ നിന്നായാണ് ഭൂമി വാങ്ങിയത്. തോട്ടഭൂമി ഭവന നിർമ്മാണത്തിനായി വിൽപ്പന നടത്തിയതിന് ഉടമകളായിരുന്നവർക്ക് താലൂക്ക് ലാൻഡ് ബോർഡ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തോട്ടഭൂമിയല്ലെന്നും രേഖകൾ കൈവശമുണ്ടെന്നുമാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. 16 മുതൽ ലാൻഡ് ബോർഡ് ഹിയറിംഗുമുണ്ട്. വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഭൂമി പോലും ലീഗ് ഉറപ്പാക്കിയില്ലെന്ന ആശങ്കയിലാണ് ദുരന്തബാധിത കുടുംബങ്ങൾ. 105 കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിലെ ഗുണഭോക്താക്കളായിരുന്നു ഇതിലെ ഭൂരിഭാഗവും. വീട് വേണ്ടെന്നും പുനരധിവാസ മാർഗമുണ്ടെന്നും അറിയിച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റി ടൗൺഷിപ്പിൽ നിന്നും ഒഴിഞ്ഞ കുടുംബങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. ട്രൂലൻസ്, വയനാട്.